നമ്മുടെ രാജ്യം ഒരു പ്രത്യേക ദശാസന്ധിയിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ പലതും വെല്ലുവിളിക്കപ്പെടുകയാണ്. നിർഭാഗ്യകരമായ ഒരു കാര്യം, ആരാണോ ഈ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ അവർ തന്നെ ഇവയെ തകർക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ രാജ്യത്തിന് വന്നു ചേർന്ന അത്യന്തം നിർഭാഗ്യകരമായൊരവസ്ഥയാണ്. ഇതിനെക്കുറിച്ച് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക, നമ്മുടെ രാജ്യം ദീർഘകാലം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ കഴിഞ്ഞ ഒരു രാഷ്ട്രമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയുള്ള അത്യുജ്വലമായ പ്രക്ഷോഭ സമരങ്ങളാണ് രാജ്യത്തുയർന്നു വന്നത്. അതിന് നേതൃത്വം കൊടുത്ത ദേശീയ പ്രസ്ഥാനം ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ എല്ലാ ധാരകളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് നീങ്ങിയിരുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം അനേകം ഭാഷകൾ, ഒട്ടനേകം മതങ്ങൾ, വലിയ തോതിൽ ജാതീയമായ വേർതിരിവുകൾ, വൈവിധ്യങ്ങളാർന്ന സംസ്കാരങ്ങൾ, ഇവയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിന് നീങ്ങാൻ കഴിയും. ഈ എല്ലാ വ്യത്യസ്ത ധാരകളെയും ഒന്നിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അന്ന് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിൽ എല്ലാവരും ഒത്തുചേർന്നത്. ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ഉജ്ജ്വലമായ പങ്കുവഹിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നെടുംതൂണുകളായി കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചിരുന്നു. മാത്രമല്ല, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വന്ന വിഷമതകളും പ്രയാസങ്ങളും ത്യാഗങ്ങളും വലിയ തോതിൽ അനുഭവിച്ചവരുമാണ് കമ്മ്യൂണിസ്റ്റുകാർ. അന്നത്തെ പോലീസിൻ്റെ മർദ്ദനം, കള്ളക്കേസിൽ കൊടുക്കൽ, ജയിൽവാസം, നടപടികളുടെ ഭാഗമായി ജീവൻ വെടിയേണ്ടി വരുന്ന അവസ്ഥ, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നാം ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നൊരു കാര്യം, അന്ന് ഈ പറയുന്ന എല്ലാവരും കോൺഗ്രസിൻ്റെ ഭാഗമായാണ് പ്രവർത്തിച്ചിരുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യ നിലയെടുത്താൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയിരുന്നില്ല. ആ മുദ്രാവാക്യം ഉയർത്തണമെന്ന ആവശ്യം ആദ്യമായി കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ഉന്നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു.
ഇതെല്ലാം ചരിത്രം.